റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സി സമരം ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കുറഞ്ഞ നിരക്ക് നൽകാൻ സർക്കാർ നിശ്ചയിക്കണമെന്നുമാണ് ഡ്രൈവർമാരുടെ ആവശ്യം. ആപ്പ് കമ്പനികളുടെ കമ്മീഷൻ നിയന്ത്രിക്കണമെന്നും ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ ആവശ്യപ്പെടുന്നു. ഓരോ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും എപ്പോൾ ആത്മഹത്യ ചെയ്യണം എന്നുള്ളൊരു സംശയത്തിലാണ് നിൽക്കുന്നത്. ഈ 21-ാം തീയതി മുതൽ ഓൾ കേരള ഓൺലൈൻ സ്ട്രൈക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുള്ളത്. ഞങ്ങൾക്കിപ്പോൾ മിനിമം ചാർജ് എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ഓടിയാൽ കിട്ടുന്നത് 130 രൂപ അല്ലെങ്കിൽ 120 രൂപ ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു ഫെയർ കൊണ്ട് ഒരിക്കലും നമുക്കൊരു ടാക്സി നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് ഒരിക്കലും ഒരു പോസിബിളായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതിനെതിരെയാണ് എല്ലാ ഓൺലൈൻ കമ്പനികൾക്കെതിരെയുമായിട്ടാണ് ഞങ്ങളിപ്പോൾ സമരം നടത്തുന്നത്. ഊബർ, ഓല, റാപ്പിഡോ, സവാരി ഇങ്ങനെയുള്ള കമ്പനികൾക്കെതിരെ ഞങ്ങൾ റേറ്റ് താരിഫ് കൊടുത്തിട്ടുണ്ട്. സ്ഥിരം വേതനം അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന റേറ്റ് കിട്ടുക, അതാണ് ഞങ്ങളുടെ ആവശ്യം. നമ്മൾ ഓൾ കേരള ലെവലിൽ എല്ലാ ജില്ലകളിലുള്ള ഡ്രൈവർമാരെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു സമരത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിന് തക്കതായ ഒരു പരിഹാരം ഗവൺമെൻറ്റും കമ്പനികളുടെ ഭാഗത്തു നിന്നും എല്ലാവരും കൂടി ഇടപെട്ട് പാവപ്പെട്ട ഈ ടാക്സി തൊഴിലാളികൾക്ക് നേടിത്തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അർജുൻ, സർക്കാരിന് ഇതിൽ എത്രത്തോളം ഇടപെടൽ സാധ്യമാണ്? മാധു, ഇക്കഴിഞ്ഞ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഓൺലൈൻ ടാക്സികളുടെ കാര്യത്തിൽ ഒരു നയരൂപീകരണത്തിന് ശ്രമിച്ചിരുന്നു. പക്ഷേ ആ നടപടി പൂർത്തിയായിട്ടില്ല എന്നാണ് ഈ ടാക്സി ഡ്രൈവർമാർ പറയുന്നത്. പല സംസ്ഥാനങ്ങളിലും പല രാജ്യങ്ങളിലും സമാനമായ രീതിയിൽ തതത് സർക്കാരുകൾ ഇതുമായി ബന്ധപ്പെട്ട ചില നയം രൂപീകരിക്കുകയും അത്തരത്തിൽ ഈ കമ്പനികൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അവരുടെ അവകാശവാദം. അതേ മാതൃകയിൽ തന്നെ ഇവിടെയും ഇത്തരത്തിൽ കൃത്യമായ ഒരു മിനിമം വേതനം അല്ലെങ്കിൽ മിനിമം കൂലി അതിൽ നിശ്ചയിക്കണമെന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം. മാത്രവുമല്ല, ഏതാണ്ട് കമ്മീഷൻ നിരക്ക് വലിയ തോതിൽ തന്നെ ഈടാക്കുന്നുണ്ട് ഈ കമ്പനികൾ. പ്രത്യേകിച്ച് 1000 രൂപയുടെ ഓട്ടം ഓടിയാൽ ഏതാണ്ട് 500 രൂപയോളം ഈ കമ്പനികൾക്ക് കമ്മീഷനായി നൽകേണ്ട സാഹചര്യമാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി അവർ ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഇന്ധനവില വർദ്ധിക്കുന്നു. ഈ സാഹചര്യത്തിലൊന്നും തന്നെ ഇത്തരത്തിൽ ഇവർക്ക് സർവീസ് നടത്താനുള്ള പണം ലഭിക്കുന്നില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം. പല പ്രശ്നങ്ങളുടെയും പേരിൽ പ്രാദേശിക തലത്തിൽ ഓൺലൈൻ ടാക്സികൾ സർവീസ് നിർത്തിവച്ചിട്ടുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കാം സംസ്ഥാന വ്യാപകമായി ഓൺലൈൻ ടാക്സികളുടെ ഒരു അനിശ്ചിതകാല സമരം ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്തെ മുഴുവൻ ഓൺലൈൻ ടാക്സികളും സർവീസ് നിർത്തിവെക്കുമെന്നാണ് അറിയിക്കുന്നത്. ഇതിൽ യൂബർ, ഓല, അതോടൊപ്പം തന്നെ കേരള സഫാരി, റാപ്പിഡോ തുടങ്ങിയ കമ്പനികളുടെ കീഴിൽ ഓടുന്ന ഓൺലൈൻ ടാക്സികളുമുണ്ട്. എന്തായാലും പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത നിലവിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ തീരുമാനം. മാധു, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. ചൊവ്വാഴ്ച മുതൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ അനിശ്ചിതകാല സമരം.